ഹലോ ഗൈസ്, നമ്മളെങ്ങോട്ടെങ്കിലും കാര്യമായിട്ട് പോണ നേരത്ത് നമ്മുടെ ഔട്ട്ലുക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ഓക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കുറച്ച് മുടിയില്ലെങ്കിലും അതും എനിക്ക് ഇരുന്ന് 1 മണിക്കൂറായിട്ടാണ് ഇങ്ങനെ റെഡി ആയത്. ആൻഡ് നമ്മൾ റെഡി ആയിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗിന് വേണ്ടിയാണ്. ഇതിനെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് മസ്റ്റാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ക്യാരറ്റും പച്ചമുളകും സബോളയൊക്കെ നന്നായി വാട്ടി അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് നമ്മുടെ കുറുമക്കറി റെഡിയാക്കി അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല മുരിമുരിപ്പുള്ള നല്ല പൂരിയാണ് നമുക്ക് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ട്രാവൽ വ്ളോഗ് ഇന്ത്യയുടെ അങ്ങ് തെക്ക് കിടക്കുന്ന കന്യാകുമാരിയിലാണ്. അങ്ങനെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൽ അടിച്ച് പെയ്യുന്ന മഴയാണെങ്കിൽ കന്യാകുമാരിയിൽ ഞങ്ങളെത്തിയപ്പോൾ കത്തി നിൽക്കുന്ന വെയിലായിരുന്നു. നോർമലായിട്ട് വരുന്ന ടൂറിസ്റ്റുകളിനെ കണ്ട ഓടിപ്പാഞ്ഞു വരുന്ന സാധാരണ വിൽപ്പനക്കാരെ നമ്മളെ തേടിയെത്തി. അത് കഴിഞ്ഞ് നമ്മളൊരു നല്ല ചൂടായിട്ടുള്ള ഒരു കാപ്പി കുടിച്ച് നമ്മൾ അവിടെയുള്ള കടകളൊക്കെ കാണാൻ കയറി. ഈ കട തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടൻ്റെ കടയായിരുന്നു. ഈ കടയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുത്തുകളും പേളും അതുപോലെ തന്നെ ശംഖുകളും കൊണ്ട് നിർമ്മിച്ച കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്വൽസും ഉണ്ടായിരുന്നു. കണ്ണാടി നന്നായ ചെങ്കാതി വേണ്ട. നോക്കി ഭംഗി കൂടില്ല എന്നറിഞ്ഞാലും കണ്ണാടി എവിടെ കണ്ടാലും നമ്മൾ വീഡിയോ എടുക്കും. അത് മസ്റ്റാണ്. കൂടുതൽ ഞാൻ പാടുന്നില്ല, ഈ കട കാണുമ്പോൾ പാടാൻ തോന്നി, അത്രയേ ഉള്ളൂ. പരോള് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങണ പോലുള്ള ഒരു മാസ് എൻട്രി വെച്ചിട്ടാണ് നമ്മൾ വിവേകാനന്ദ പാറ കാണാൻ പോകുന്നത് ഗൈസ്. ആൻഡ് ഇന്നത്തെ ട്രിപ്പിൽ നമ്മുടെ കൂടെ നമ്മുടെ വല്യമ്മച്ചിയും അതുപോലെ തന്നെ വല്യപ്പച്ചനും ഉണ്ടായിരുന്നു. ആൻഡ് അതിവരാണ് ഗൈസ്. അങ്ങനെ ഒരു പള്ളിയിൽ നിന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു ഇതിൽ. ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ക്യൂ. 40-45 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ എത്താൻ പോവുകയാണ് ഗൈസ്. ക്യൂവിൽ കഷ്ടപ്പെട്ട് നിന്ന ഞങ്ങൾ ബോട്ടിലെത്തി സന്തോഷിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. അലക്കി പെയ്യുന്ന തൃശ്ശൂരിലെ മഴ കന്യാകുമാരിയിലും ഞങ്ങളെ തേടിയെത്തി. കടലിൻ്റെ നടുക്കിൽ ബോട്ടിലിരുന്ന് മഴ ആസ്വദിച്ചിട്ടുണ്ടോ? ഞങ്ങളിതാ ആസ്വദിക്കുന്നു ഗൈസ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, വല്യപ്പച്ചനൊക്കെ റെയിൻ കോട്ടിട്ടൊക്കെയാണ് നിന്നിരുന്നത്. അത്രയ്ക്ക് മഴയായിരുന്നു. എൻ്റെ കണ്ണിൽ വൈപ്പർ വരെ സെറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഗൈസ്. 75 രൂപയാണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ്. പക്ഷെ നമ്മൾ വിവേകാനന്ദ പാറ കാണണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 30 റുപ്പീസും കൂടി എടുത്തിട്ട് വേണം ഇതിലേക്ക് കയറാൻ. ശരിക്കും ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ശരിക്കും ഞങ്ങൾ അവിടെ വന്നപ്പോൾ മഴയും വെയിലും ഇല്ലാത്തൊരവസ്ഥയായി പോയി ഗൈസ്. പോരാത്തതിന് ഒടുക്കത്തെ കാറ്റും. മഴയുടെ കാഠിന്യം മൂലം അവിടെ ഒരാൾ തല തുറത്തി തുടങ്ങി. കുളി കഴിഞ്ഞാണോ? വിവേകാനന്ദ സ്വാമികൾ ധ്യാനിച്ചിരുന്ന ധ്യാന മണ്ഡപത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക് തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ. നമ്മളതിന് കയറിനേക്കാൻ മുമ്പ് നമ്മൾ ചപ്പൽസൊക്കെ അവിടെ ഊരി വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് കയറാൻ. ശ്രീപാദ മണ്ഡപം, ധ്യാന മണ്ഡപം, സഭാ മണ്ഡപം, അതിനടുത്തായിട്ട് 133 അടിയുള്ള തിരുവള്ളുവരിൻ്റെ പ്രതിമയും. ഇതാണ് ഇവിടുത്തെ ഭാഗങ്ങൾ. ഇത്രയും ഇൻഫോർമേറ്റീവായിട്ട് ഞാനിവിടെ വായിട്ട് അലയ്ക്കുമ്പോൾ ഇവരെന്താ ഇവിടെ കാണിക്കുന്നത്? എന്നെ മുന്നിൽ നിർത്തി ഹണിമൂണിന് വന്നേക്കാന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കണ്ടില്ലേ എന്താ ചിരി? ഇതാണ് വിവേകാനന്ദ മണ്ഡപം. അങ്ങനെ നമ്മളിതിൻ്റെ സൈഡ് കൂടെ നടന്ന് അങ്ങനെ പിന്നെയും നടന്ന് എത്തുമ്പോൾ നമുക്കതിൻ്റെ അകത്തായിട്ട് ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശ്രീ രാമകൃഷ്ണ പരമഹംസയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ശാരദാദേവിയുടെയും ഛായാചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് പണ്ട് പാർവതീദേവി ശിവന് വേണ്ടി തപസ് ചെയ്തത് ഈ സ്ഥലത്താണ്. കൂടാതെ നമ്മുടെ സ്വാമി വിവേകാനന്ദ സ്വാമികൾ മെഡിറ്റേറ്റ് ചെയ്തിരുന്നത് ഈ പാറയിലാണ്. നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലത്തും ഇത്രയും പീസ്ഫുള്ളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഈ ചേച്ചീനെ എന്തായാലും സമ്മതിക്കണം. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ കയറി ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. സൺഗ്ലാസ് വെച്ചപ്പോൾ ജോയേട്ടന് ഭയങ്കര ലുക്കോ. എന്നാൽ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ കണ്ണടച്ച് മാറ്റി. പെട്ടെന്ന് എന്ത് പറ്റിയാണാവോ, ഡീസൽ തീർന്നു പോയിട്ടാണോ എന്നറിയില്ല. കുറച്ച് നേരം കടലിൻ്റെ നടുക്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആ ബോട്ട് നോക്കി നിന്നു. നമ്മൾ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന വരിയാണ് ഗൈസ് ഇവിടെ നിന്ന് വരുന്നത്. അടുത്ത ട്രിപ്പ് പോകാനുള്ള ആൾക്കാരാണ് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് വിവേകാനന്ദ പാറ കണ്ടു ഗൈസ്. തിരിച്ച് ഹോട്ടലിൽ വന്നതിന് ശേഷം അടുത്ത ടച്ചപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഗൈസ്. അടുത്ത സ്ഥലം അടുത്ത വ്ളോഗിൽ കാണാം. സോ ബൈ ബൈ.